ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകൾ. ഒരുപാട് നാളായി നമ്മൾ ഡയറക്റ്റ് വീഡിയോയിൽ വന്നിട്ടും വീഡിയോ കൊടുത്തിട്ടും ഒത്തിരി നാളായി, ഒരു മാസത്തിന് മേലെ എന്നൊക്കെ പറയാം. അപ്പം ഇന്ന് നമ്മളിത് എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മോൾക്ക് +2-ൻ്റെ ക്ലാസ്സൊക്കെ അടുത്ത മാസം തുടങ്ങും. അപ്പോൾ അവർക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഇറങ്ങും, അടിച്ച് പൊളിച്ച് പോയിട്ട് വരാമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ മോള്, ചേച്ചിയുടെ മോനും എല്ലാവരും ഉണ്ട്. അവരൊക്കെ അവിടെ തകൃതി പിടിച്ച് നോട്ട്സും പേന, പെൻസിൽ ഐറ്റംസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വായി നോക്കാനായിട്ട് ഇങ്ങോട്ടൊക്കെ വരികയും ഇതെല്ലാം എടുത്ത് കാണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകും, എല്ലാം ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ വേറെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ അങ്ങനെ അടുക്കി നിരത്തി വെച്ചേക്കുന്നത്. അത് ഓരോന്ന് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് വെച്ചേക്കുക. ഇവരെല്ലാം ഇവിടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അമ്മ, ചേച്ചി, കൊച്ച് എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാം ക്യൂ ആയിട്ട് നിൽക്കുക അവിടെ. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ, നമ്മുടെ ആവശ്യം അതല്ലല്ലോ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇത് ബാഗ് കട ഏറ്റം പോലെ അറ്റം വരെ ഉണ്ട്. ബാഗും ചെരുപ്പും ഒന്നിച്ചാണ്. എന്തെല്ലാം മോഡൽ ബാഗാണ്. എൻ്റെ കൊച്ചുങ്ങളെ സ്കൂൾ തുറപ്പിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ ഞാൻ പോയിട്ടില്ല. അവരങ്ങ് നാട്ടിൽ പോയി, ചേട്ടനും കൊച്ചുങ്ങളും ഒക്കെ പോയി വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഇതിന് വന്നപ്പം ശരി ഉള്ളത് ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞു. കടയുടെ നീളം അങ്ങ് അറ്റം വരെ ഉണ്ട്. റോഡാണ് അത്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതിവിശാലമായ ഷോറൂം. ഒരു സൈഡ് ബാഗ്, ഒരു സൈഡ് ചെരുപ്പ്. അപ്പം നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്ന് വീഡിയോ എടുക്കുക. ചെരുപ്പൊന്നും ഞാൻ നോക്കുന്നില്ല. അവിടെ കഴിഞ്ഞിട്ട് വന്ന് ചേച്ചിയൊക്കെ വന്ന് ചെരുപ്പ് എടുത്തോളും. അപ്പോഴത്തേക്കും നമുക്ക് പോയി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന 2-3 ഉണ്ടല്ലോ, അങ്ങനെ അതിലെന്തെങ്കിലും നമ്മളൊന്ന് കൈയാണിച്ചാൽ മതി. വൈകുന്നേരം ആവാറായി, ഒരു 6 മണി ആയി. ഭയങ്കര തിരക്കൊന്നും ഇന്ന് ബക്രീദായതുകൊണ്ടേ ഇച്ചിരി ശാന്തതയുണ്ട് കടകളിലും എല്ലാം. ഇന്നലെ ഇരുന്നെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായേനെ. പിന്നെ സ്കൂൾ സീസണൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വലിയ തിരക്കില്ല. പിന്നെ ഞങ്ങളെന്തോ എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്ത് ബാഗ്, ചെരുപ്പ്, കുട, പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇത് ചേച്ചിയുടെ മോന്, അമ്മ കല്യാണിയെ കാണിച്ചത്. കല്യാണി എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, പക്ഷേ നമ്മുടെ ഹിമയ്ക്ക് അറിയാം. ഹിമയ്ക്ക് പരിചയമുണ്ട് കല്യാണിയെ. ഗിരിജയുടെ ഐഡിയിൽ വന്നതാണ് കല്യാണി. നമ്മൾ കടയിൽ വന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴത്തേക്കും നല്ല തിരക്ക് കടയിൽ. ബനാന പപ്സ് ചൂടാന്ന് പറഞ്ഞ് അങ്ങനെ ബനാന പപ്സും, പിന്നെ ഇതന്നെ ഷാർജ ഷേക്ക്, ഒരു ഷേക്കും ഓർഡർ ചെയ്ത്. പിന്നെ അമ്മയ്ക്ക് ചായ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുമായിട്ടൊരു പിടിച്ചിട്ട് രാത്രി 8 മണി 7:45, 8 എന്നിട്ട് തണുത്തത് കഴിക്കുമോ. ദൈവം തമ്പുരാനറിയാം നാളെ എൻ്റെ ഗതി എന്തുവാന്ന്. എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ഉടനെ പിന്നെ എല്ലാം എടുക്കാൻ പറ്റിയില്ല. ബാഗൊന്നും എടുത്തിട്ടില്ല. ബാഗ് അതിനകത്തെല്ലാം നോട്ട്സും ഒക്കെ ഇട്ട് അവൾ അടുക്കി പെറുക്കി വച്ച്. പിന്നെ അതൊരു ടോപ്പ് അവൾക്ക്. ഇതൊരു പലാസോ, ഇതൊരു പലാസോ, അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത് ഒരു പലാസോ. പിന്നെ ഇത് മിക്കവാറും ഞാൻ അടിച്ചുകൊണ്ട് പോകുമ്പം ഇതും ഒരു പലാസോ, നല്ല ബ്ലൂ കളറ്. ഇതിന് 299. പക്ഷേ അത്രയൊന്നും ആയിട്ടില്ല, ബില്ലിൽ അത്രയല്ല. 2 കീറിപ്പോയി കേട്ടോ. അതാണ് ഞാൻ നോക്കിയത്. 199 299, പക്ഷേ 299. അതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ പൊക്കണം. ഇതൊരു ടോപ്പ് കൊള്ളാം. ഇതിന് പച്ച കളർ ഷാൾ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. കറുപ്പിട്ടാലും മതി. സാൻഡലാണെങ്കിലും ഓക്കെ. ഇതൊരു സ്കേർട്ട് അവളൊക്കെ എടുത്ത കല്യാണിയുടേത്. നല്ല സംഭവം, നല്ല സെറ്റപ്പ്. ഒരു 3/4 ഇതും കല്യാണിക്ക്. ഈ ഒരു ടോപ്പും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ ബാഗ്, ചെരുപ്പ്, കുട, ഫാൻസി ഐറ്റംസ്, പിന്നെ കുറച്ച് ഞണ്ടിയുണ്ട് സാധനങ്ങൾ. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഷോപ്പിംഗ് ഒക്കെ ഇതുപോലെ അങ്ങ് പോയി. പിന്നെ ഒരു വഞ്ചി വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ മിക്കി മൗസിൻ്റെ ഒരു വഞ്ചി വാങ്ങിച്ച് അത് ഇവിടത്തേക്കും, പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തേക്ക് അവരെ സോപ്പിടാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചേക്കണ്ടേ. അപ്പം നിവിക്ക് ഒരു ആംഗ്രി ബേർഡ്, എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരും. അതുകൊണ്ട് അവളെ ചിലപ്പോൾ ആംഗ്രി ബേർഡ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് അവളെ ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഇത് തന്നെ ആവട്ടെ. ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിനും ദേഷ്യപ്പെട്ടു. ആംഗ്രി ബേർഡോന്ന് ഉമ്മാന്ന്.
അങ്ങനെ അതും വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ടിഫിൻ ബോക്സ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം, അങ്ങനെ ഇതങ്ങ് വാങ്ങിച്ചത്. അവിടെ അവർക്ക് ടിഫിൻ ബോക്സ് എല്ലാം വാങ്ങിച്ച് വാട്ടർ ക്യാനെല്ലാം വാങ്ങിച്ച്, പക്ഷേ ഇതിനൊരു അട്രാക്ഷൻ തോന്നി. ശരി ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവുമല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാം. നല്ല എയർ ടൈറ്റ് ബോക്സാണ്, അതുകൊണ്ടാണ് എടുത്തത്. ശരി, പിന്നെ അതൊക്കെ ആയി. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പർച്ചേസിങ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കമ്മൽ, വള, മാല അങ്ങനെയുള്ള അത് എല്ലാം എടുത്ത് വച്ചെന്ന് തോന്നുന്നു. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ